ഹലോ സ്റ്റുഡൻസ്, ഇൻസൈഡ് 360 ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്കോളർഷിപ്പാണ് UNSW സ്കോളർഷിപ്പ്. UNSW സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റി വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സ്വീകരിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങളുടെ ട്യൂഷൻ ഫീസ് മൊത്തമായി. രണ്ടാമത്, വാർഷിക ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് സംഭാവനയായി സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഷിക ട്യൂഷൻ ഫീസ് സംഭാവനയായി സ്വീകരിക്കാം. എന്ന് വെച്ചാൽ ഏകദേശം $20,000 ഇന്ത്യൻ റുപ്പി 11,43,800 രൂപ നിങ്ങൾക്ക് വാർഷിക ഫീസായിട്ട് ലഭിക്കുന്നതാണ്. ഒന്നാമത്തേത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസ് മൊത്തമായി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. രണ്ടാമത്തേത്, വാർഷിക സംഭാവനയായി $20,000 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് രണ്ട് പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളിലേക്കും ഈ കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് UNSW പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഉറപ്പായും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. രണ്ട്, യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രത്യേക നെറ്റ്വർക്കിംഗ് പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും UNSWയുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ഷണം ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു അന്താരാഷ്ട്ര വിദ്യാർത്ഥി ആയിരിക്കണം. ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടി ആയിരിക്കണം. രണ്ട്, UNSWയുടെ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വർക്ക് പ്രോഗ്രാമിൽ പ്രസക്തമായ ടീമിൽ ഫുൾ ടൈം ഓൺ ക്യാമ്പസ് പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. മൂന്നാമത്തേത്, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് മുൻപ് യോഗ്യതയുള്ള പ്രോഗ്രാമിലേക്ക് നിരുപാധികമായ പ്രവേശന ഓഫറോ അല്ലെങ്കിൽ കണ്ടീഷണൽ ഇംഗ്ലീഷ് പാക്കേജ് ഓഫറോ ലഭിച്ചിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വിദേശത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ലഭിച്ചിരിക്കണം. നാലാമത്തെ ക്രൈറ്റീരിയ, UNSW ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ UNSW Canberra@ADFA എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് അക്കാദമി വഴിയോ വാഗ്ദാനം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്തവരായിരിക്കില്ല. എന്ന് വെച്ചാൽ UNSW Canberra@ADFA ആസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് അക്കാഡമിയുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. സ്കോളർഷിപ്പിനെ നിങ്ങളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ആയിരിക്കണം. രണ്ടാമത്, അക്കാഡമിക് മെറിറ്റ്, നിങ്ങൾക്ക് മുൻ പഠിച്ചിരുന്ന കോഴ്സുകളിൽ നല്ല അക്കാഡമിക് മെറിറ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ട്, നിങ്ങൾക്ക് നേതൃപരമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മൂന്നാമത്തെ ക്രൈറ്റീരിയ, പാഠ്യേതര വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രചോദനം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേതൃപാഠവും ഉണ്ടായിരിക്കണം. ഇത്രയും ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UNSW സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഇൻസൈഡ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് October 31 ആണ്. താങ്ക് യു.